വീട് വയ്ക്കുന്നതിനെക്കുറിച്ച് ഞാൻ പറയാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ഇതിനു മുമ്പും ഒന്നിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇത് കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ പറയാം. കാരണം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ പുതുതായിട്ടൊരു വീട് വയ്ക്കുകയാണ്. അപ്പം മുകളിലത്തെ നല്ല വാർപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇനി തേപ്പിലേക്ക് കിടക്കുകയാണ്. അപ്പം കഴിഞ്ഞ ദിവസം ആ വീട്ടിലെ ചേച്ചിയെ ഞാൻ കണ്ടിരുന്നു. നമ്മുടെ അടുത്ത് തന്നെയാണ് അവർ വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പം അവരോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഇനി ഒരു വീട് വയ്പ്പ് എന്ന് പറയുമ്പോൾ നന്നായിട്ട് പൈസ ഇറങ്ങും. നമ്മുടെ എല്ലാ സമ്പാദ്യങ്ങളും ഒരു പക്ഷേ ആ വീട് പണിയിൽ ചിലവാക്കും ആ ഒരവസ്ഥ. അപ്പോൾ അവരതിനെക്കുറിച്ച് പറയണം. അപ്പം ഞാൻ പറയാണ്, പണ്ടുള്ളവരൊക്കെ പറയും കല്യാണവും വീട് വയ്പ്പും എന്നൊക്കെ പറയുന്നത് കഷ്ടകാല സമയത്താണ് നടക്കുന്നതെന്ന്. അങ്ങനെ പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ സമ്പാദ്യങ്ങൾ മുഴുവനും നമുക്ക് അതിനുവേണ്ടി ചിലവാക്കും. പിന്നെ ചില സന്ദർഭങ്ങളിൽ കടങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ലോണൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു കടം ബാധ്യതയായി മാറുകയാണല്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പണ്ടുള്ളവർ അങ്ങനെ പറയുന്നത്. അല്ലാതെ കഷ്ടകാലം എന്നാണോ എന്നെനിക്കൊരു ഇതില്ല. കഷ്ടകാലം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും പൈസയുടെ. അത് മാത്രമല്ല, നമ്മൾ ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലും പിന്നെ നമുക്കുണ്ടായ ഈ ബാധ്യതകൾ തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള മുന്നിൽ കാണുന്ന ഒരു കാര്യം. അപ്പം അതുവരെ നമ്മളൊരു പക്ഷേ ഭയങ്കരമായിട്ട് ലാവിഷായിട്ട് ജീവിച്ച ആളുകളായിരിക്കും. അപ്പം പിന്നീട് എന്താണ്, നമ്മളതിനെയൊക്കെ ചിലവൊക്കെ ചുരുക്കാൻ തുടങ്ങും. കാരണം നമ്മൾ അങ്ങനെ ഒന്ന് ചിലവൊക്കെ ചുരുക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ലോണും മറ്റു കാര്യങ്ങളുമൊക്കെ അടഞ്ഞ് പോവുകയുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. ചില സന്ദർഭങ്ങളിൽ ചിലർ കണ്ടിട്ടില്ലേ, വീടൊക്കെ വെച്ചിട്ട് അത് വിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വരെ പോകും. കാരണം നമുക്ക് വരുമാനം ആ സമയത്ത് ശരിയായ രീതിയിൽ നമുക്ക് ലോൺ അടയ്ക്കാനും മറ്റോ തികയാതെ വരും. അതിനും അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഒരു അപകടം നമ്മുടെ വീട്ടിലുണ്ടായാൽ, ആർക്കെങ്കിലും ഒന്ന് വയ്യാതെ വരികയോ മറ്റെന്തോ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധ അങ്ങോട്ട് പോയി കഴിയും. നമ്മുടെ വരുമാനം കിട്ടുന്നത് ആ ചികിത്സയ്ക്കായിട്ട് ചിലവാക്കേണ്ടി വരും. അപ്പം നമ്മുടെ ലോൺ ബാധ്യതയൊക്കെ കൂടി വരും. കാരണം പലിശ എന്നത് ഇപ്പം ഏത് മേഖലയിലേക്ക് തിരിഞ്ഞാലും പലിശയ്ക്ക് എത്ര രൂപ വേണമെങ്കിലും തരാനായിട്ട് കാത്തിരിക്കുന്ന ബാങ്കുകളും മറ്റുമുണ്ട്. 17%, 18% ഒക്കെ ശതമാനമാണ് ഓരോ ബാങ്കിൽ. അപ്പം ഇപ്പോൾ അവർക്ക് നല്ല ടെൻഷൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും അവരുടെ വർത്തമാനത്തിൽ നിന്ന്. തീർച്ചയായിട്ടും അവർ നല്ലൊരു വീടാണ് വയ്ക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു ഇതുകൊണ്ട്. പിന്നെ ചിലപ്പോൾ നമ്മളോട് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ക്ലൂവും കൂടി തരികയാണ് അതിൽ നിന്ന്, അല്ലേ. ഇപ്പം വീട് വയ്ക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നവരോട് സംസാരിക്കുമ്പോഴത്തേക്കും അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ പറയും. ഇപ്പോൾ ഒരാൾ വീട് വെച്ചുകൊണ്ടിരിക്കുന്നു, മറ്റൊരാൾക്ക് വീട് വയ്ക്കണം എന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ ചിലപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ വീട് വയ്ക്കുന്നത് കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയാം. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇത്രയും ഓക്കെയാണ്. ഇനി അങ്ങോട്ടാണ് കൂടുതൽ പൈസ ചിലവാകുന്ന കാര്യം, അല്ലേ. എല്ലാവർക്കും അറിയാലോ, വയറിങ്ങും പ്ലംബിങ്ങും ടൈലും. പിന്നെ 2 നില വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്ര ലക്ഷം രൂപ വേണം പെയിൻറ്റിങ്ങിനും മറ്റുമായിട്ട്. അപ്പം ചിലവാണ്. അപ്പം വീട് വയ്ക്കുക എല്ലാവർക്കും സന്തോഷമാണ്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഞാനൊരു ന്യൂസിൽ കണ്ട്, ബുദ്ധിയുള്ളവരാരും വീട് വയ്ക്കില്ല, ബുദ്ധിയുള്ളവരൊക്കെ വാടകയ്ക്ക് താമസിക്കുള്ളൂ എന്ന്. അത് ഞാൻ ആലോചിച്ച്, എൻ്റെ ചേച്ചിയുണ്ട്, അപ്പോൾ അവൾക്ക് 3-4 വീടുണ്ട്. അപ്പം പുതുതായിട്ടൊരു വീടൂടെ വെച്ചു. ഒരു വീടൂടെ വാങ്ങിച്ചതാണ്. അത് പഴയതായതുകൊണ്ടെല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് പുതിയൊരു വീടൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരവിടെ താമസിക്കുന്നൊന്നുമില്ല, വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് ആദ്യമായിട്ട് താമസിക്കാനായിട്ട് ആരായിരിക്കും വരുന്നത്, ഞാനിങ്ങനെ ചിന്തിച്ചു. അതുപോലെയാണ് പോകുന്നത്. എന്തായാലും വീട് വയ്പ്പ് എന്ന് പറയുമ്പോൾ വളരെ ചിലവേറിയൊരു കാര്യം തന്നെയാണ്. ഈ സമയത്ത് ചിലർക്ക് ടെൻഷൻ കയറിയിട്ട് മറ്റുള്ളവരോട് ദേഷ്യം തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ കൂടിയാണല്ലോ, അല്ലേ.